നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയില്ലേ നാണം കെട്ട നാടകങ്ങൾ കണ്ട് വിശ്വാസികൾ ലജ്ജിതരായി നിൽക്കുന്നു. സഭയോടൊപ്പം നിൽക്കുന്നവർ അതിനേക്കാൾ നിരാശാഭരിതരാണ്. ഇതുപോലുള്ള ഒരു നിയമരാഹിത്യം റോമൻ കത്തോലിക്ക സഭയെന്ന വത്തിക്കാനിൽ കേന്ദ്രീകൃതമായ കാനോൻ നിയമത്തിൽ അധിഷ്ഠിതമായ ഒരു സഭ, അതിൽ എറണാകുളം അങ്കമാലിയിൽ ഉണ്ടായിരിക്കുന്ന ഈ വിമത കലാപം അത് ചരിത്രത്തിലെ അഭൂതപൂർവമായ ഒരു കലാപമാണ്. ഈ കലാപത്തെയും ഈ പ്രതിസന്ധിയും അതിജീവിക്കാൻ ഇവിടുത്തെ വൈദികർ ഉണ്ടാക്കിയിരിക്കുന്ന നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളി, അതിനെ നേരിടാൻ വത്തിക്കാനും പൗരസ്ത്യ തിരുസംഘത്തിനും സിനഡിനുമൊക്കെ കഴിയുമോ? കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ആഘാതങ്ങൾ കത്തോലിക്ക സഭയെ വേട്ടയാടും, ഒരു സംശയവുമില്ല. എന്നെപ്പോലുള്ള ആളുകൾ ഈ എറണാകുളം വിമതരുടെ നിയമരാഹിത്യം കണ്ടുകൊണ്ടാണ്, അല്ലാതെ ഇവിടെ ഭൂമി കച്ചവടമോ കുർബാന വിഷയമോ ഒന്നുമല്ല, അതിനേക്കാൾ ഉപരിയായി ഇവിടെയുള്ളത് നിയമരാഹിത്യമാണ്. ഞാൻ ഈ വീഡിയോ 10 മിനിറ്റ് ഈ ക്യാമറയുടെ എൻ്റെ വീട്ടിൽ എൻ്റെ ഫോണിൽ ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ കോടതിയിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജഡ്ജിമാരെ ആക്ഷേപിച്ചതിന് ഈ അടുത്തുള്ള ഒരാളെ 3 ദിവസത്തെ തടവിന് ശിക്ഷിച്ചു. ഏത് സംവിധാനത്തിലെ ഈ ശിക്ഷാ നടപടികളെ ഉണ്ട്, അത് കത്തോലിക്ക സഭയിൽ വളരെ ശക്തമാണ്. പക്ഷേ എറണാകുളം അങ്കമാലി ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. വർഷങ്ങളായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പിശാച് ബാധിതമായി അതിരൂപതയിലെ വൈദികർ ഇങ്ങനെ നടത്തുന്ന ആർച്ച് ബിഷപ്പിനെ അനുസരിക്കാതെ നടത്തുന്ന നാടകങ്ങൾ, ഇത് ഇപ്പോഴാണ് ലോകത്തിൻ്റെ ശ്രദ്ധയിൽ വന്നത്. ഇതിനെ എങ്ങനെ വത്തിക്കാൻ നേരിടും? എങ്ങനെ പൗരസ്ത്യ തിരുസംഘം നേരിടും? ഈ പാംബ്ലാനി എന്ന് പറയുന്ന പരമനാറിയായ ബിഷപ്പ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ സീറോ മലബാർ സിനഡിനെ തന്നെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അവിടെ ഒരു കാവിൽ പുരയിടത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്, നിലനിർത്തിയിരിക്കുന്നതൊക്കെ ഈ പാംബ്ലാനി ആണ്. സഭയെ തന്നെ പാംബ്ലാനി ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. ധീരന്മാരെന്ന് അറിയപ്പെട്ട അങ്ങ് കലറങ്ങാട്ടും തറയിലുമൊക്കെ ബിഷപ്പുമാരൊക്കെ നിശ്ചലരായിരിക്കുന്നു. വളരെ നിരാശാജനകമായൊരു സാഹചര്യമാണ്. ഇവിടെ ആകെ പ്രതീക്ഷ നിൽക്കുന്നത് സകല സഭാ നിയമങ്ങളിൽ ലംഘിച്ച് വിമതരെ ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുന്ന ഈ പാംബ്ലാനിയുടെ പേരിൽ വത്തിക്കാൻ നടപടിയെടുത്ത് അദ്ദേഹത്തെ പുറത്താക്കുമോ? വത്തിക്കാൻ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പാംബ്ലാനിയുടെ ഈ അഭ്യാസങ്ങൾ ഇവിടെ ഇനിയും അനുവദിച്ചാൽ, പാംബ്ലാനിയെ താഴെ ഇറക്കിയില്ലെങ്കിൽ ഇത് മറ്റ് രൂപതകളിലേക്കും ഈ സീറോ മലബാർ സഭയിൽ മാത്രമല്ല ലത്തീൻ സഭയിലും ആഗോള വ്യാപകമായി ഉണ്ടാക്കാവുന്ന ദൂരവ്യാപക ഫലങ്ങൾ അത് കത്തോലിക്ക സഭയെ ബാധിക്കും. എന്തായാലും ഈ നാണം ഇട്ട നാടകങ്ങൾ കണ്ട് ഞാനിപ്പോൾ ഈ സഭാവിഷയത്തിലുള്ള എൻ്റെ വീഡിയോ നിർത്തി വേറെ എത്രയോ കാര്യങ്ങളിൽ വീഡിയോ ഇടാൻ, മോട്ടിവേഷൻ സൈക്കോളജിയിലോ ലോയിലോ ഒക്കെ ദീർഘകാലം നിലനിൽക്കുന്ന ആളുകൾ കാണുന്ന വിഷയങ്ങളിൽ വീഡിയോ ഇടാൻ എനിക്കുണ്ട്. ഇതൊക്കെ ഒരു 10 മിനിറ്റ് സമയം എനിക്ക് ചില ആളുകൾ പറയും വക്കീലിന് കേസില്ലാത്തതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നതെന്ന്. എനിക്ക് കോടതിയിൽ പോകുന്നൊരു വക്കീലെന്ന് മാത്രമല്ല, എനിക്ക് അത്യാവശ്യം കൃഷി കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനുണ്ട്. ഈ വീഡിയോ ഇടുന്നതുകൊണ്ട് അനവധി കാര്യങ്ങൾ എനിക്കുണ്ട്. പക്ഷേ എങ്കിലും ഈ വിഷയത്തിൽ വന്ന് പെട്ടതുകൊണ്ട് ഞാനിത് തുടരുന്ന കാരണം നമ്മളോട് സഹകരിക്കുകയും കൂടി നിൽക്കുന്ന സഹോദരങ്ങളുടെ ദുഃഖം, അവരുടെ വേദനകൾ കാണുന്നതുകൊണ്ട് അവരെ ഉപേക്ഷിച്ച് പോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ ഈ വീഡിയോ ഇട്ട് നിൽക്കുന്നത്. നമുക്ക് വത്തിക്കാനിലേക്ക് പ്രതീക്ഷയോടെ നോക്കാം. കാരണം അവിടെ ഉണ്ടല്ലോ നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള കർദിനാൾ കൂവക്കാട്, അദ്ദേഹവും പൗരസ്ത്യ തിരുസംഘവും. നന്ദി, നമസ്കാരം.